ത്രിവർണ പതാക മാറ്റി കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്ന വിവാദ പ്രസ്താവനയിൽ എൻ ശിവരാജനോട് വിശദീകരണം തേടി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. എൻ ശിവരാജനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഒരു വഴിക്ക് ഭാരതാംബ വിവാദം അങ്ങനെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബി.ജെ.പി. നേതൃത്വത്തിന് തന്നെ അതിൽ അതൃപ്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? സ്മിത, തീർച്ചയായും ഈ കാവിക്കൊടി എന്തിയ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട ആ വിവാദം അങ്ങനെ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ പാലക്കാട് നിന്നുള്ള നേതാവ് എൻ ശിവരാജൻ ഒരു വിവാദ പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കാവിക്കൊടി ഈ ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. അത് മാത്രമല്ല, ത്രിവർണ്ണ പതാകയോട് സാമ്യമുള്ള മറ്റ് കൊടികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്ന കൊടികൾ അവർ അത് മാറ്റണം. കോൺഗ്രസും NCP ഒക്കെ അവരുടെ കൊടി മാറ്റണമെന്ന് പറയുന്നു. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി ദേശീയ പതാകയാക്കണമെന്ന വിവാദ പരാമർശം അദ്ദേഹം നടത്തി. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം ദേശീയതയാണ് ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ ആശയങ്ങളിലൊന്ന്. അത് ത്രിവർണ്ണ പതാക ഊന്നി ഉള്ള ആശയം അവർ നടത്തുന്നുണ്ട്, ആശയ പ്രചാരണം നടത്തുന്നുണ്ട്. നമ്മൾ ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് പോലും ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്ന ചിത്രത്തിൽ, ആ ഭാരതാംബയുടെ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണണം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ബി.ജെ.പിക്ക് അവമതിപ്പ് ഉണ്ടാക്കി എന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ശിവരാജനിൽ നിന്ന് വിശദീകരണം തേടാൻ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് അദ്ദേഹത്തെ എൻ ശിവരാജനെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ശിവരാജൻ മാത്രമല്ല, പാലക്കാട് നിന്നുള്ള മറ്റു നേതാക്കളും, അത് ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ അടക്കമുള്ള മറ്റു നേതാക്കൾ കൂടി ഈ വിഷയത്തിൽ ഒപ്പം ചേരുന്നുണ്ട് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനൊപ്പം. എന്താണെങ്കിലും ശിവരാജനെതിരെ എന്ത് നടപടി സ്വീകരിക്കും, അദ്ദേഹത്തിന്റെ താക്കീതാണോ അതല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.